നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. നവോത്ഥാന കേരളത്തിന്റെ നെടുന്തൂണുകളായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യൻകാളിയുടെയും ജയന്തി ആഘോഷ ലഹരിയിൽ നാടും നഗരവും. എന്തൊക്കെയുണ്ട് സഖാവേ? വർഷങ്ങൾക്ക് ശേഷം ഗൗരിയമ്മയെ കാണാൻ VS എത്തി. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ശരിയായ അർത്ഥതലത്തിൽ മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയാണ് പ്രബുദ്ധ കേരളം അധപ്പതിക്കാൻ കാരണമായതെന്ന് GN സുകുമാരൻ കാരാഞ്ചേരിൽ. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുവിന്റെ 160ാമത് ഗുരുദേവ ജയന്തി ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. നടുഭാഗം SNDP യൂണിയൻ നേതൃത്വത്തിൽ ശാഖാങ്കണത്തിൽ നടന്ന ജയന്തി ആഘോഷങ്ങളിൽ ആലപ്പുഴ RTO TR ആസാദ് മുഖ്യാതിഥിയായി. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾക്ക് ആദർശങ്ങൾക്ക് അജേതനമായ ഒരു ശിലാവിഗ്രഹത്തിന്റെ നിത്യബോധനം നൽകി കണ്ണാടിക്കൂട്ടിലിട്ട് ആരാധിക്കുന്നതിന് പകരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മൾ കഴിയുന്നിടത്തോളം, എല്ലാവർക്കും പ്രായോഗികമാക്കാൻ നമുക്ക് കഴിയില്ല, എങ്കിലും കഴിയുന്നിടത്തോളം പ്രായോഗികമാക്കുമ്പോൾ മാത്രമേ ഗുരുദേവന്റെ ചിന്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുകയുള്ളൂ. പൂത്താലം, പഞ്ചവാദ്യം, ചെണ്ടമേളം തുടങ്ങി വിവിധ കലാപരിപാടികളോടെയാണ് വർണ്ണശബളമായ ഘോഷയാത്ര നടന്നത്. നടുഭാഗത്ത് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് K സദാനന്ദൻ അധ്യക്ഷനായി. യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സന്തോഷ് ശാന്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AB ഷാജി, CA സന്തോഷ് എന്നിവർ സംസാരിച്ചു. രാമങ്കരി SNDP യൂണിയൻ ശാഖാ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് PP മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നൂറ് വർഷം മുമ്പ് ചരിത്രവും ഇപ്പോഴത്തെ സംഭവവികാസവുമായി ഒന്ന് തുലനം ചെയ്താൽ ഗുരുവിന്റെ മഹത്വം നമുക്കറിയാനും ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കാനും ആ നാമധേയത്തിന് വേണ്ടി നിലകൊണ്ട ബാധ്യത മനസ്സിലാക്കാനും പ്രയാസം കാണും. ഞാൻ ചരിത്രത്തിലേക്ക് പോകണ്ടായിരുന്നു. ലോക ചരിത്രം, ലോക മാനവചരിത്രം ആകെ പരിശോധിച്ച് നോക്കിയാൽ ഇത്രയും മ്ലേച്ഛമായ നിലയിൽ, ഇത്രയും നിഷ്ഠമായ നിലയിൽ മനുഷ്യന്റെ നിഷ്ഠമായ വസ്തുവായി ചിത്രീകരിക്കപ്പെടുകയും പൊതുവഴികളെ പോലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കഴിക്കപ്പെടുകയും ചെയ്ത മറ്റൊരു ലോക സമൂഹവും കാണും. PR ജയൻ അധ്യക്ഷനായി. GN സുകുമാരൻ കാരാഞ്ചേരിൽ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കരുണാകരൻ ഓംകാർ നിലയം, സജീവ് 15, രേവതി ശാന്തപ്പൻ, ബിനിജ പ്രമോദ് എന്നിവർ സംസാരിച്ചു. കണ്ണാടി ശാഖയിൽ നടന്ന അനുസ്മരണ സമ്മേളനം MR സജീവ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ അയ്യൻകാളിയുടെ 152ാമത് ജന്മദിനാഘോഷങ്ങളും അനുസ്മരണ സമ്മേളനവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. കേരള നവോത്ഥാന പ്രക്രിയയുടെ ചാലകശക്തിയിലെ പ്രബലനായിരുന്നു മഹാത്മാ അയ്യൻകാളി. KPMS കുട്ടനാട് താലൂക്ക് നേതൃത്വത്തിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെയാണ് ജന്മദിനാഘോഷങ്ങൾ നടന്നത്. മങ്കൊമ്പ് ജംഗ്ഷനിൽ നടന്ന പരിപാടി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാകരി ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ കഷ്ടത അനുഭവിച്ചിരുന്ന അധസ്ഥിത ജനവിഭാഗത്തിന്റെ മോചനത്തിനു വേണ്ടി സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയിലൂടെ പിന്നോക്ക സമുദായങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം നൽകിക്കൊണ്ട്
അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിച്ചിട്ടുള്ള ശരിക്കും യുഗപുരുഷന്മാരെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നവരാണ്. സാമൂഹ്യ നവോത്ഥാന പ്രക്രിയ ഏറ്റവും വലിയ പങ്കുവഹിച്ച മഹാത്മാ അയ്യങ്കാളി ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവനും. 8 വർഷത്തെ വ്യത്യാസത്തിലാണ് അവരുടെ രണ്ടുപേരും. 8 വയസ്സിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ അടുപ്പമായിരുന്നു രണ്ടുപേരും. ഈ കാലഘട്ടത്തേക്കാൾ ഇപ്പോൾ തന്നെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ ചിന്ത നമ്മുടെ പൊതുസമൂഹത്തിൽ അത്രയൊന്നും മാറിയിട്ടില്ല എന്ന് പറയാൻ ചില സമയമൊക്കെ നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരേണ്ടതായിട്ട് വരും. കാരണം ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ചർച്ച നടന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തർപ്രദേശിൽ 2 പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് യഥാർത്ഥ വിധത്തിൽ അന്വേഷിക്കാൻ പോലും ഭരണാധികാരികൾ തയ്യാറായില്ല എന്നുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള കർമ്മം നടന്ന അടുത്ത കാലത്ത്. ശാഖാ പ്രസിഡന്റ് NL ഉദയപ്പൻ അധ്യക്ഷനായി. ശാഖാ സെക്രട്ടറി ബിജു പുൽപേത്ര, വി സന്തോഷ്, KK അശോകൻ, ജെസി ജോജി, KG സുഭാഷ്, PP മണിയൻ, P പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. രേഖാരാജ് മുഖ്യപ്രഭാഷണം നടത്തി. KPMS കുട്ടനാട് യൂണിയൻ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിലെ സാംസ്കാരിക ഘോഷയാത്ര രാമങ്കരിയിൽ KT കുഞ്ഞുമോൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കിടങ്ങറയിൽ നടന്ന പൊതുസമ്മേളനം KPMS സംസ്ഥാന കമ്മിറ്റി അംഗം T രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലും കേരളത്തിൽ ഇപ്പോൾ എന്താ പറയാ, കേരളത്തിലെ പട്ടികജാതിക്കാരെ സംബന്ധിച്ച് പട്ടികജാതിക്കാര് MLA-മാരും മന്ത്രിമാരും ഡോക്ടർ കുട്ടപ്പുഴയുള്ള മുഴുവൻ പട്ടികജാതി MLA-മാരും മന്ത്രിമാരും ഇതുവരെ 57 മുതൽ 2014 വരെ ഒരു അഴിമതികാലം ഉണ്ടായിട്ടില്ല എന്നതിൽ അധികാരം കുറവാമക്കളെ. മഹാത്മായി അയ്യങ്കാളി എല്ലാ കാര്യത്തിലും മാറില്ല. അപ്പൊ നമുക്ക് കുറെ മന്ത്രിമാരും കുറെ MP-മാരും കുറെ MLA-മാരും ഉണ്ടല്ലോ. എന്തായാലും പരിപാടി നിയമസഭയിൽ പരിപാടി പാർലമെന്റിലുണ്ടായ പരിപാടി. മഹാത്മാ അയ്യങ്കാളി ഭീമപുരം പ്രജാസഭ കൂടുമ്പോൾ ആ പ്രജാസഭയിൽ എഴുതി വെച്ചിരുന്ന എന്റെ ജനതയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനം വേണം, എന്റെ ജനതയ്ക്ക് ഭൂമി വേണം, അവർക്ക് കിടപ്പാടം വേണം, അവർക്ക് തൊഴിൽക്കാർക്ക് തൊഴിൽ സ്ഥാപനങ്ങൾ വേണം എന്ന് പറഞ്ഞ് ആ ആവശ്യങ്ങൾ അംഗീകരിച്ച് പിറ്റേ ദിവസം തിരുവനന്തപുരം വിജയജിഹാറിൽ സാമൂഹിക വരുമാന സംഘത്തിന്റെ കേരളത്തിലുള്ള ഭാരവാഹികളെ വിളിച്ചുകൊണ്ടിക്കൊണ്ട് ഞാൻ പ്രജാസഭയിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ രാജാവ് അംഗീകരിച്ചു എന്ന് പറയുമായിരുന്നു. ഇപ്പോഴോ MB ഷാജി, TR അനിയൻ, K സുരേന്ദ്രൻ, PM വിനയൻ, സാവിത്രി ബാബു എന്നിവർ സംസാരിച്ചു. വർഷങ്ങൾക്കു ശേഷം ഗൗരിയമ്മയെ തേടി VS എത്തി. ചാത്തനാടുള്ള വസതിയിലെത്തിയാണ് അച്യുതാനന്ദൻ ഗൗരിയമ്മയെ കണ്ടത്. സർക്കാരിന്റെ മദ്യനയത്തിലുള്ള അഭിപ്രായങ്ങൾ ഇരുവരും പങ്കുവച്ചു. താങ്കൾ എന്തിനാണ് മദ്യനയത്തെ അനുകൂലിച്ചത് എന്ന ഗൗരിയമ്മയുടെ ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. അവനെ പ്രോത്സാഹിപ്പിക്കാൻ പേടിയാണ്. അല്ല, ഞാൻ ഇഷ്ടം ഇഷ്ടം ബാൻഫോർട്ട് നടത്തി, ഇത്രയും നടത്തി. പിന്നെ ബിവറേജ് കോർപ്പറേഷന്റെ എല്ലാം ഔട്ട്ലെറ്റും ഭംഗിയായിട്ട് നടക്കുന്നത്. ഇന്നലെ കടം കൂടി 3 മണിക്കൂറാണ് വണ്ടി നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 4 ഇതായിരുന്നു അങ്ങോട്ട്. ആളുകൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കടയിൽ മാറിക്കൊടുക്കുകയില്ല. അത്രയാണ് അവിടെ. ഇത് നിർത്തണമെങ്കിൽ 2 കൂടെ നിർത്തണം. ഇനിയിപ്പൊ വരാൻ പോകുന്ന എന്താണെന്നാണ്, നാട്ടും പുറങ്ങളിൽ ഓരോ വാർഡിലും പെട്രോമാക്സ് വെച്ച് ആളുകളിരുന്ന് നാട്ടും പുറങ്ങളിൽ ഇരുന്ന് കുടിക്കാൻ പോകണം. ഇപ്പൊ തന്നെ ഇപ്പൊ ആലപ്പുഴ പോർട്ടിന്റെ തെക്കോട്ടുള്ള അവസരത്തിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അവിടെയൊക്കെ നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോൾ അന്വേഷിക്കാൻ കിട്ടണം. പോർട്ടിൽ തെക്കോട്ടുള്ള പ്രദേശത്ത് ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന് കുറെ ആളുകൾ പെട്രോൾ വാക്സും വെച്ചിട്ട് അത് ഇതൊക്കെ ഒന്നും പഠിക്കാതെ ബാക്കിയുള്ള വിധത്തിൽ കടന്നുണ്ട്. അത് ഞാനിപ്പോ അറിയുന്നത് ഈ പണിയൊക്കെ നടന്നത് കൊണ്ട് ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് മദ്യതൊന്നും ഇല്ല. നാളെ മുതൽ വരാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ച ഇയാളെങ്കിലും ധൈര്യമായിട്ട് വാങ്ങി. അപ്പൊ അവരോട് അനുകൂലിച്ച് വലിയ ആളായിട്ട് അവരോട് അനുകൂലിക്കുന്നത് വിജയം മാത്രമേ ഉള്ളൂ. ഞാനാണ് ശക്തിയായിട്ട് അങ്ങനെ എവിടെ മനസ്സിലാവും. പത്രത്തിൽ വന്നില്ലല്ല, ഗൗരിയമ്മ മാത്രമേ എതിർത്തിട്ടുള്ളൂ. ഗുരുദേവ ദർശനങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാത്തതാണ് കേരളത്തിന്റെ മൂല്യച്യുതിക്ക് കാരണമെന്ന് കാരാഞ്ചേരി സുകുമാരൻ അഭിപ്രായപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യൻകാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും ദർശനങ്ങളും ഇടതുപക്ഷ ആശയങ്ങളും ആഴത്തിൽ വേരോടിയ മലയാളിക്ക് ഇത് മൂല്യച്യുതിയുടെ കാലമാണ്.
അറിവ് ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ സമൂഹത്തിനും അധ്യാപകർക്കും കഴിയുന്നില്ല. അഹമിരുളല്ലെന്നും അങ്ങനെയാണെങ്കിൽ ഉൾക്കാഴ്ചയില്ലാതെ ബോധസത്യം അറിയാതെ നാം അന്ധരായനെയെന്നും പഠിപ്പിക്കാൻ അധ്യാപകരും പഠിക്കാൻ വിദ്യാർത്ഥികളും ഇല്ലാത്തതാണ് പ്രശ്ന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായമായ മാതാപിതാക്കളെയും ബന്ധുക്കളെയും നിഷ്കരണം ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ KCB സംപ്രേഷണം ചെയ്ത മക്കളറിയാൻ എന്ന വാർത്തയോട് സംസാരിക്കുകയായിരുന്നു സുകുമാരൻ കാരാഞ്ചേരിൽ. വിദ്യാഭ്യാസത്തിന്റെ മൂല്യതയ്ക്ക് വൈവിധ്യം ഉണ്ടായെന്നല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഒരു ദോഷഭാവം സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഡെവലപ്പ് ചെയ്ത് പല ശാഖകളായിട്ട് ഇത് പോയതുകൊണ്ട് വരുന്ന വ്യത്യസ്ത മനോഭാവങ്ങളാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിവ് നമുക്ക് പ്രദാനം ചെയ്യുക, സാമൂഹ്യ രീതി നമുക്ക് ഉറപ്പാക്കുക, സമൂഹത്തിൽപ്പെട്ട ആളുകളുമായിട്ട് സഹകാരികളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുക, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹത്തിന് സത്യത്തിന് പണ്ടത്തതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒന്നായി. എന്നാൽ മക്കൾക്ക് ജീവിത സൗകര്യത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിട്ട് അവർ കണക്കാക്കുന്നു. മുമ്പേ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഞാനാണ് വീട്ടിലെ സുപ്രീം. എനിക്ക് ഒരു ചേട്ടനുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ വീട്ടിലെ സുഖസൗകര്യങ്ങളൊക്കെ പങ്കിട്ടാൽ മതി. പണ്ടതല്ല, ഞങ്ങൾ 5-6 പേരുണ്ട്. അപ്പോൾ ഒരു വിളക്ക്, പണ്ട് ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വിളക്കത്തിരുന്ന് ഞങ്ങൾ 5 പേര് പഠിച്ചുകൊണ്ടിരുന്നു എന്നാണ്. കുട്ടനാട് ചങ്ങങ്കരി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ എവറോളിംഗ് ട്രോഫി ജലോത്സവം സംഘടിപ്പിച്ചു. അന്യം നിന്നുപോകുന്ന ചെറുവള്ളങ്ങളുടെ മത്സരോത്സവമാണ് ഈ വർഷവും നടന്നത്. ചങ്ങങ്കരി പമ്പയാറ്റിൽ നടന്ന ജലോത്സവം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടനം ചെയ്തു. SNDP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP മധുസൂദനൻ അധ്യക്ഷനായി. കൈക്കരുത്തും മെയ്ക്കരുത്തുമൊക്കെ പ്രകടമാക്കുന്ന കരുവാടി കുട്ടന്മാർ അങ്ങനെ അവരുടെ കൈക്കരുത്ത് പ്രകടമാക്കുന്ന ഒരു മത്സരമാണ് ഈ വേദിയിൽ ഉണ്ടാകേണ്ടെങ്കിൽ ഇത് പ്രദർശന മത്സരമാണ്. പക്ഷേ ഇത് മുറുകിയിരിക്കുന്നു, മുറുക്കുകയാണ്, ഒന്നായുകയാണ്, തുഴയിൽ നിന്ന് കാത്ത് ഇടിച്ചു വലിച്ചുകൊണ്ട് മുന്നേറുകയാണ്. 1-ാം ട്രാക്കിൽ എബ്രഹാം 3 സൈക്കിൾ, 2-ാം ട്രാക്കിൽ തൊണ്ണൂറ് സൈക്കിൾ, അങ്ങനെ 2 വള്ളങ്ങളും പ്രദർശന മത്സരമാണെങ്കിലും ഒന്നാം നമ്പർ 23-ാം നമ്പർ വെള്ളം, 24-ാം നമ്പർ വെള്ളം, അങ്ങനെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പുനഃസംഘമുണ്ട്. 26-ാം നമ്പർ വെള്ളം, 26-ാം നമ്പർ അൽസാമോൻ വെള്ളമാണ് 2ാം ട്രാക്കിലൂടെ കുതിച്ചു പായുന്നത്. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് നടത്തപ്പെട്ടേക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു തൊഴിൽ കാഴ്ചവെച്ചുകൊണ്ട് അവരെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി മുഖ്യ അതിഥിയായി. ചങ്ങങ്കരി പള്ളി വികാരി ഫാദർ ജോസ് പുത്തഞ്ചിറ, MD പുരുഷോത്തമൻ, KC സദാനന്ദൻ, KL ബിന്ദു, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, സുഷമ സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ 600 കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു.
ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കുട്ടനാട് കത്തോലിക്ക കോൺഗ്രസ് പുളിങ്ങുന്ന് ഫൊറോന നേതൃത്വ സമ്മേളനവും സ്വീകരണവും ചൊവ്വാഴ്ച നടക്കും. വൈകിട്ട് 5-ന് കുട്ടനാട് വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഫാദർ തോമസ് പീലിയാനിക്കൽ ഉദ്ഘാടനം ചെയ്യും. VA ജോബ് അധ്യക്ഷനാകും. വിദേശികൾക്ക് നേരെ ആലപ്പുഴയിൽ വീണ്ടും ആക്രമണം. 10 പേരടങ്ങുന്ന സംഘമാണ് വിനോദസഞ്ചാരികളായ വിദേശികളെ ആക്രമിച്ചത്. ഇതിൽ 2 പേർ പോലീസ് പിടിയിലായി. ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ 6-അംഗ സംഘത്തിനാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീയെ ഉപദ്രവിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. ആക്രമിച്ച സംഘം മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴ സ്വദേശികളായ നസറുദ്ദീൻ, ഹമീർ എന്നിവരെ ആലപ്പുഴ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അക്രമികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. 6/9/2014 ഒരു രാത്രി 10:30 ജോൺസൺ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ നോർത്ത് ലിമിറ്റിലുള്ള ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുന്ന ജാസ്പറും വില്യം എന്ന് പറഞ്ഞത് 2 ഇംഗ്ലണ്ട് സ്വദേശികളാണ്. ആ 2 പേരും ഒരു റമീസ് എന്ന ഒരാളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ബീച്ചിൽ വെച്ചുണ്ടായി. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കോൺവെന്റ് സ്ക്വയറിന് തെക്കുവശം വെച്ചു ഇവർ 2 പേരെയും അവരുടെ സുഹൃത്തുക്കൾ റമീസും അവന്റെ 4 സുഹൃത്തുക്കളും ചേർന്ന് തല്ലി പരിക്കേൽപ്പിച്ചു. നമ്മൾ അതിനനുസരിച്ച് 308 IPC പ്രകാരം അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെ ഒരു 10:30 നമ്മൾ വിജയ പാർക്കിന്റെ അവിടെ വെച്ച് റമീസിനെയും അവന്റെ സുഹൃത്തായ അസറുദ്ദീനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇയാളുടെ ഒരു സുഹൃത്ത്, ഒരു ശ്രീകുട്ടൻ എന്ന് പറയുന്ന സുഹൃത്തും അവരുടെ 2 സുഹൃത്തുക്കളോട് പ്രതികളാണ്. അവർക്കെതിരെ നമ്മൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അവരെയും കൂടെ അറസ്റ്റ് ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് പ്രതിഷേധിച്ചു. ക്വിറ്റ് ഇന്ത്യ സ്മാരക മന്ദിരത്തിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു. പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് നടന്ന ധർണ ഫോർവേഡ് ബ്ലോക്ക് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കളത്തിൽ വിജയൻ ഉദ്ഘാടനം ചെയ്തു. 1000-10,000 കണക്കിന് കോടി രൂപയുടെ സൗരോർജ്ജ തട്ടിപ്പുമായിട്ടുള്ള കഥകളാണെന്ന് മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്നത്. അങ്ങനെ സോളാർ കേസിൽ നിന്ന് തുടങ്ങി റുക്സാനയിലൂടെ ശ്രീമതി റുക്സാന പറഞ്ഞത് എന്താണ്? ഈ രാജ്യത്തെ പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ അവർ വെളിപ്പെടുത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ മലീമസമായ നാണംകെട്ട ഒരുപാട് കഥകളുടെ അഴിമതി കഥകളുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് സംസ്ഥാന ഭരണകൂടം. അങ്ങനെ റുക്സാനയിലൂടെ വളർന്ന് ഇപ്പൊ +2 ആവശ്യമില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഉടമയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത പഞ്ചായത്തുകളിൽ പോലും അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് പുതിയ സ്കൂളുകൾ അനുവദിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഭരണകൂടം നഗ്നമായ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ അത് കാണാതെ പോകുന്നു എന്നുള്ള ദുഃഖകരമായ സത്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. MP ഹരികുമാർ അധ്യക്ഷനായി. തോമസ് ജോൺ, വിശ്വംഭരൻ, ഉണ്ണി ചാണ്ടി എന്നിവർ സംസാരിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് റെസിഡൻഷ്യൽ അസോസിയേഷൻ എവർഗ്രീൻ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. ചമ്പക്കുളം BSNL ജംഗ്ഷന് സമീപം 40 പുരയിടത്തിലാണ് പരിപാടി നടന്നത്. ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ആലപ്പുഴ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ B പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. സദ്യയൊക്കെ ഉണ്ട്, മനസ്സും ശരീരവും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുൻപിൽ മഹത്തായ ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു പുതിയ സംഘടനയുടെ പിറവിയുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചെല്ലാം നമ്മൾ പറയുകയുണ്ടായി. ലോകത്തെവിടെ ഒരു മലയാളി ഉണ്ടെങ്കിലും ആ മലയാളിയുടെ എല്ലാം മനസ്സിൽ സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തി നിൽക്കുന്ന ഈ തിരുവോണ നാളിൽ തന്നെ ഈ അസോസിയേഷന്റെ ഉദ്ഘാടനം നടക്കുന്നു എന്നറിയുന്നതിൽ അതിലേറെ സന്തോഷം. ഇനിയും വരും വർഷങ്ങളിലെല്ലാം ഈ സംഘടന അതിന്റെ 1ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ 2ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതെല്ലാം പൊന്നിൻ ചിങ്ങമാസത്തെ തിരുവോണ നാളിലായിരിക്കുമെന്നുള്ളത് അതിലേറെ സന്തോഷവും ആഹ്ലാദവും പകരുന്ന ഒരു കാര്യമാണ്. പുനഃപ്രശാന്തി ഭവൻ ഡയറക്ടർ ബ്രദർ മാത്യു ആൽബിൻ മുഖ്യ പ്രഭാഷണം നടത്തി. ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് KB രാജഗോപാലൻ നായർ, നെടുമുടി SI R ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത കവി പുന്നപ്ര ജ്യോതികുമാർ, KP അനിയപ്പൻ, മേരി കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു.
കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പെട്ട് മങ്കൊമ്പിൽ മരം വീണ് വീട് തകർന്നു. കഴിഞ്ഞ വർഷകാലത്ത് തെങ്ങുമറിഞ്ഞ് തകർന്ന വീട്ടിലേക്കാണ് ഇക്കുറി മാവ് വീണത്. മങ്കൊമ്പ് വടക്കേക്കര കടമാട് വീട്ടിൽ സി രാജുവിന്റെ വീടിന്റെ മേൽക്കൂരയിലേക്കാണ് മാവ് കടപുഴകി വീണത്. അവിവാഹിതനും വികലാംഗനുമായ രാജു തനിച്ചാണ് താമസം. ഏത് സമയവും അടർന്നു വീഴാവുന്ന വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുമെന്ന ഭയപ്പാടിലാണ് ഇയാൾ. മങ്കൊമ്പ് SNDP യൂണിയന് സമീപം കടത്തിറക്കിയാണ് രാജു ജീവിക്കുന്നത്. അതും പഞ്ചായത്ത് കടത്തുകാരൻ ഇല്ലാത്തപ്പോൾ മാത്രം. തുച്ഛമായ വരുമാനത്തിൽ വീട് അങ്ങനെ പുതുക്കി പണിയും എന്ന ആശങ്കയിലാണ് രാജു. ഒറ്റക്കാണ് താമസം. ഇന്നലെ എത്ര മാവ് വീണപ്പോഴായിരുന്നു? ഉച്ചയോടെ. ചരമ വാർത്തകൾ. മങ്കൊമ്പ് കല്ലുപുരയ്ക്കൽ ലീലാഭായി അമ്മ 80 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 3-ന് ഛത്തീസ്ഗഡിലെ മകന്റെ വസതിയിൽ നടക്കും. നെടുമുടി തോട്ടുവാത്തല തെക്കേപ്പാവൂർ വീട്ടിൽ ശ്രീജേഷ് 34 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച വീട്ടുവളപ്പിൽ. ചാത്തങ്കരി ദേവീ ക്ഷേത്രത്തിലെ അത്തപ്പൂക്കളം കാണാം. 25ഓളം പേർ 3 മണിക്കൂർ ചെലവഴിച്ചാണ് ഈ അത്തപ്പൂക്കളം തീർത്തത്. കഴിഞ്ഞ 7 വർഷമായി ഇവർ ഇവിടെ പൂക്കളം ഒരുക്കുന്നുണ്ട്. പൂക്കള കാഴ്ചകൾക്ക് ശേഷം പ്രധാന വാർത്തകൾ കാണാം. നവോത്ഥാന കേരളത്തിന്റെ നെടുന്തൂണുകളായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യൻകാളിയുടെയും ജയന്തി ആഘോഷലഹരിയിൽ നാടും നഗരവും. എന്തൊക്കെയുണ്ട് സഖാവേ? വർഷങ്ങൾക്ക് ശേഷം ഗൗരിയമ്മയെ കാണാൻ VS എത്തി. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ശരിയായ അർത്ഥതലത്തിൽ മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയാണ് പ്രബുദ്ധ കേരളം അധപ്പതിക്കാൻ കാരണമായതെന്ന് GN സുകുമാരൻ കാരാഞ്ചേരിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.